ഭൂമിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. കുറേ ആളുകൾ മറ്റുള്ള ആളുകളെ ചീത്ത പറഞ്ഞുകൊണ്ട് ജീവിതം കഴിച്ചു തീർക്കുന്നു. മറ്റു ചില ആളുകൾ നന്മ വിതറിയും പൂക്കൾ വിതറിയും ആളുകൾക്ക് നന്മ ചെയ്തുകൊണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന എത്രയെത്ര ആളുകളാണ്. അതിനിടയ്ക്ക് നിങ്ങൾ നോക്കൂ, ഇത്തരത്തിലുള്ള നല്ലൊരു പ്രഭാഷണം. ഞാൻ അവന് വേണ്ടിയാണ്. അവനൊരു വെളുത്ത് കോട്ടിട്ട് സ്റ്റെതസ്കോപ്പ് തൂക്കി എന്റെ മുമ്പിലൂടെ വരുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്. റൊണാൾഡോക്ക് വലിയ വിഷമമായി. റൊണാൾഡോ പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്കൊന്ന് വിളിക്കണം. ആ കുട്ടിയെ അച്ഛൻ നമ്പർ കൊടുത്ത് വിളിച്ചു. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം, ഇത് വലിയ സ്വപ്നമാണ്. റൊണാൾഡോ പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കാം. പക്ഷേ ആ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവനെ കുറിച്ച് മാത്രം ഓർത്ത കുട്ടിയായിരുന്നില്ല. റൊണാൾഡോ അങ്ങ് ലോക പ്രശസ്തനായ കളിക്കാരനല്ലേ. എന്റെ കൂട്ടുകാർ എന്നെ പോലെ ഫീസ് കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന കുട്ടികൾ ഇനിയുണ്ട്. നിങ്ങൾ അവരെയും സഹായിക്കും. റൊണാൾഡോക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പാഷൻ വില കൂടിയ വാച്ചുകളുടെ ശേഖരമാണ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന വാച്ചുകൾ. റൊണാൾഡോ ആ വാച്ചുകൾ കൂടെ നോക്കും. റൊണാൾഡോ പറഞ്ഞു, ഞാൻ എന്റെ എല്ലാ വാച്ചുകളും വിൽക്കുകയാണ്. പകരം ഈ 300 കുട്ടികളുടെയും ഫീസ് ഞാൻ അടക്കാൻ തീരുമാനിച്ചു എന്ന് റൊണാൾഡോ എന്ന് പറയുന്നത്. ഈ കഥ അവസാനിക്കുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ആ കുട്ടി റൊണാൾഡോ എത്തിയിരുന്നു. അന്ന് അവനൊരു വൈറ്റ് കോട്ടിട്ടായിരുന്നു വന്നത്. അവന്റെ കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരുന്നു. അന്ന് ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, റൊണാൾഡോ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. ഇനി എന്റെ ഉത്തരവാദിത്തം ഈ നാട്ടിൽ ഞാനൊരു പൈസയും വാങ്ങാതെ ഞാൻ എന്റെ സേവനത്തിലേക്ക് കുട്ടികളെ കുറിച്ച് നമ്മുടെ മക്കൾ എന്റെ ഒരു സ്വപ്നം. ഈ പെരിന്തൽമണ്ണയിൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരു കുട്ടിക്കും പണമില്ലാത്തതിന്റെ പേരിൽ അവർ പഠിക്കാതെ പോകരുത് എന്നുള്ളതാണ്.